ഹായ് ഗായ്സ്, വെൽക്കം ടു ക്രിഷ് ടോക്സ്. സീരിയൽ എപ്പിസോഡുകൾ ചുരുക്കത്തിലറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ എപ്പിസോഡിൽ മീനാക്ഷി ആനന്ദിന്റെ റൂമിൽ ചെന്നിട്ട് ദേവിയടത്തിയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ദേവിയടത്തി ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ്, ഒരിക്കലും ഞാനത് ന്യായീകരിക്കുന്നില്ല. പക്ഷെ ആനന്ദേട്ടൻ പൂർണ്ണമായിട്ടും അങ്ങനെ ദേവിയടത്തിയെ ഒഴിവാക്കി കളയരുത്. ദേവിയടത്തി എന്തായാലും ആനന്ദേട്ടനെയും നമ്മുടെ കുടുംബത്തിനെയും ചതിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്ത കാര്യങ്ങളായിരിക്കില്ല. ഏടത്തിയുടെ വീട്ടുകാർ കുഴിച്ച കുഴിയിലെ അടത്തി നിർബന്ധിതമായി വീണു പോയതാണ്, അല്ലാതെ അങ്ങനെ മനഃപൂർവ്വം ഏടത്തി നമ്മളെ ചതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആനന്ദേട്ട എന്നൊക്കെ മീനാക്ഷി ആനന്ദിനോട് പറയുന്നുണ്ട്. കാര്യങ്ങളൊന്നും മീനാക്ഷിയെ മുഴുമിക്കാൻ സമ്മതിക്കാതെ ആനന്ദ് ഇങ്ങോട്ടും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഉദയഭാനും വീട്ടുകാരും എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, കാരണം ഞാൻ അവർക്ക് ആരുമല്ല. അതുപോലെ അല്ലല്ലോ ദേവി, ഞാൻ അവളുടെ ഭർത്താവല്ലായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഉണ്ടാവുന്നത് ഒരു ഭാര്യ ഭർത്ത ബന്ധമല്ലേ. ഞാൻ എന്തെങ്കിലും ഈ കാര്യങ്ങളൊക്കെ അറിയാന്നുള്ളത് അവൾക്ക് അറിയില്ലായിരുന്നു. എന്നിട്ടാണ് അവൾ എന്നെ ചതിച്ചൊന്ന് വിശ്വാസം ഇല്ലാതാക്കിയതൊക്കെ. ഇതിപ്പോ കള്ളങ്ങൾ കൊണ്ട് അവൾ എന്നെ ചതിക്കല്ലായിരുന്നു. അവളും വീട്ടുകാരും വലിക്കുന്ന ചരടിൽ ഒരു മരപ്പാവ പോലെ ഞാൻ ഇത്രയും നാൾ ആടുമായിരുന്നു. നിങ്ങൾ ആരെങ്കിലും എന്റെ വിഷമം കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ആനന്ദ മീനാക്ഷിനോട് ചോദിക്കുകയാണ്. അപ്പൊ മീനാക്ഷി പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും ആനന്ദേട്ടന്റെ വിഷമത്തിനെ കണ്ടില്ല എന്ന് നടിച്ച് പറയല്ല. പക്ഷെ നിങ്ങളെ ബന്ധത്തിനെ പെട്ടെന്നൊരു തീരുമാനമായിട്ട് എടുക്കരുത്. എല്ലാം അവസാനിപ്പിച്ച് എല്ലാം തുറന്നു പറഞ്ഞ് ഒരു നല്ല ജീവിതം ഇനിയും മുന്നോട്ട് പോയിക്കൂടെ. കുറ്റബോധമുണ്ടെങ്കിൽ ഒരാൾക്ക് നന്നാവാനുള്ള ഒരു അവസരം കൊടുക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമല്ലേ ആനന്ദേട്ട എന്നൊക്കെ മീനാക്ഷി പറയുന്നുണ്ട്. പിന്നെ കൃഷ്ണമംഗലത്തുള്ളവർ നമുക്കെതിരെ ഒരു വടി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ ആനന്ദേട്ടൻ അതിനനുസരിച്ചുള്ള ഉചിതമായ ഒരു തീരുമാനം എടുക്കണം. നമ്മുടെ കുടുംബത്തിനും ആനന്ദേട്ടനൊന്നും അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലായിരിക്കരുത് എന്ന് പറഞ്ഞ് മീനാക്ഷി അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ദേവിയാണ്. ദേവി ഉദയഭാനു വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഉദയഭാനു വന്ന ഉടനെ തന്നെ കയ്യിലുണ്ടായിരുന്ന ന്യൂസ് പേപ്പർ വാങ്ങിയിട്ട് ദേവി തിരിച്ചു മറിച്ചൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ ഉദയഭാനു എന്താണെന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ജോലി വല്ലതും ഉണ്ടോ എന്ന് പത്രത്തിൽ നോക്കുകയാണെന്ന് ദേവി പറയുന്നു. ഓ, നിങ്ങളുടെ അമ്മയും മോളുടെയൊക്കെ ആഗ്രഹം കൊള്ളാം, പക്ഷെ ഞാൻ പണിക്കൊന്നും പോവില്ലെന്ന് ഉദയഭാനു പറയുമ്പോൾ ദേവി പറയുന്നുണ്ട്, അച്ഛന് വേണ്ടിയിട്ടല്ലേ എനിക്ക് പണിക്ക് പോകാനെന്ന്. ഇത് കേട്ടിട്ട് ശ്രീകല ഓടി വന്നിട്ട് പറയുന്നുണ്ട്, നീ ജോലിക്ക് പോകാനോ? നിന്നെ അപ്പൊ ആനന്ദ് ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ട് പോവില്ലേ? അമ്മയെ, ആനന്ദേട്ടന്റെ മനസ്സെനിക്ക് നന്നായിട്ട് അറിയാം, ആനന്ദേട്ടൻ എന്നെ വിളിക്കാൻ വരില്ല എന്നൊക്കെ ദേവി പറയുന്നുണ്ട്. അപ്പൊ ശ്രീകല പറയാണ്, നോക്കിക്കോ, ആനന്ദും വീട്ടുകാരും നിന്നെ ഇവിടെ വന്ന് വിളിക്കും, ഇല്ലെങ്കിൽ ഈ ശ്രീകല എങ്ങനെയും വിളിപ്പിക്കും എന്നൊക്കെ. പിന്നീട് രാത്രി കിടക്കാൻ പോകുന്ന ആര്യനെയും മിത്രയെയും കാണിക്കുന്നു. അവർ കിടക്കുന്ന സമയത്ത് മിത്ര ആര്യനോട് പറയുന്നുണ്ട്, എന്തോ എനിക്കൊന്നും ഉറക്കം വരുന്നില്ല, കാരണം എന്താണെന്ന് ആര്യൻ തിരക്കിയപ്പോൾ മീനാക്ഷി ആനന്ദേട്ടനോട് ദേവിയടത്തെ കുറിച്ച് കാര്യങ്ങൾ സംസാരിച്ചതും ആനന്ദേട്ടൻ പറഞ്ഞതൊക്കെ മിത്ര ആര്യനോട് പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കണം, അവരുടെ ജീവിതം നല്ലതുപോലെ മുന്നോട്ട് പോകണം, നമ്മുടെ വീട് പഴയതുപോലെ ആവണം എന്നൊക്കെ മിത്ര ആര്യനോട് പറയാണ്. പിന്നീട് രാവിലെ കൃഷ്ണമംഗലത്തുള്ള എല്ലാവരും കൂടെ ധർമ്മന്റെ പുതിയ കടയുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് പോവാൻ ഒരുങ്ങാണ്. അവർ പോവാൻ ഇറങ്ങുന്ന സമയത്തും ധർമ്മൻ അവരോട് എല്ലാവരോട് ചോദിക്കുന്നുണ്ട്, ദേവമംഗലത്തുള്ളവരോട് പറഞ്ഞിട്ടില്ലെങ്കിൽ അതൊരു ചതിയായി മാറി. ഇത് കേട്ട് വരുന്ന അച്യുതനും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അതിന് സമ്മതിക്കുന്നില്ല. അത് പിന്നീട് പറയാം. സുഗന്യമ്മ നേരത്തെ പറയുന്നുണ്ട്, ഉദ്ഘാടനം ഒന്ന് കഴിഞ്ഞോട്ട് ഞാൻ തന്നെ അവിടെ പോയിട്ട് എല്ലാ കാര്യങ്ങളും പറയാമെന്ന്. ഇത് കേട്ട് വിശ്വസിച്ച് ധർമ്മനും അവരുടെ കൂടെ കടയിലേക്ക് പോവാൻ ഒരുങ്ങുന്നുണ്ട്. അവരെല്ലാവരും കൂടെ പോകുന്നത് മുറ്റത്ത് നിന്ന് ഗോമതി കാണുന്നുണ്ട്. എന്നിട്ട് ആലോചിക്കുന്നുണ്ട്, എന്തെങ്കിലും വിശേഷ ദിവസമാണോ എന്ന്, എല്ലാവരും കൂടെ എങ്ങോട്ടാ പോകുന്നത് എന്ന്. അങ്ങനെ എല്ലാവരും കൂടെ ധർമ്മനായി പണിത പുതിയ കട ഇന്ദിര സ്റ്റോഴ്സിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. കാറിൽ നിന്ന് ഇറങ്ങിയ ധർമ്മൻ അപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. എന്നിട്ട് ധർമ്മൻ എല്ലാവരോടും ചെന്നിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്, ഇത് നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ചെയ്തൊരു പണിയല്ലേ? അല്ലെങ്കിൽ ഗോമതി സ്റ്റോഴ്സിന് ഇത്ര അടുത്തായിട്ട് എനിക്കായിട്ടൊരു കട തുടങ്ങേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നു? ഞാൻ ഇതിന് നിന്ന് തരില്ല. ഇത് ഞാൻ ഇത്രയും കാലം നിന്ന ദേവമംഗലത്തിനോട് ചെയ്യുന്ന ചതിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ധർമ്മൻ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും അപ്പോൾ ധർമ്മനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ധർമ്മൻ അതിന് സമ്മതിക്കുന്നില്ല. അവസാന നിമിഷം സുഗന്യ ഓടി വന്നിട്ട് ധർമ്മനെ പിടിച്ചു നിർത്തിയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ദേവമംഗലത്തുകാർക്ക് കൊടുക്കുന്ന പരിഗണന അവർ തിരിച്ചു തരുന്നുണ്ടോ എന്ന്. അത് കേട്ടിട്ട് ധർമ്മൻ അവിടെ നിൽക്കുകയാണ്. അടുത്ത എപ്പിസോഡിനെ കുറിച്ച് അറിയാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.